ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തവും വയറിളക്കവും പടരുന്നതായി പരാതി. മഞ്ഞപ്പിത്തം ബാധിച്ച നഗരസഭാ കൌൺസിലറുടെ മകൾ മരിച്ച വീട്ടിൽ ബന്ധുവായ പെൺകുട്ടിക്കും മഞ്ഞപ്പിത്തം ബാധിച്ചു. കുളപ്പുള്ളി കല്ലിപ്പാടം ഭാഗത്താണ് വയറിളക്കവും ഛർദിയും മഞ്ഞപ്പിത്തവും പടരുന്നത്. പ്രശ്നത്തിൽ അടിയന്തര പരിശോധനകൾ ആവശ്യമാണെന്ന് BJP ആവശ്യപ്പെട്ടു. മഞ്ഞപ്പിത്തം ബാധിച്ച പെൺകുട്ടി മരിച്ചിട്ടും കാരണം കണ്ടെത്താനോ പരിഹരിക്കാനോ ആരോഗ്യ വിഭാഗം ശ്രമിച്ചില്ലെന്നും BJP കൌൺസിലർ കെ പ്രസാദ് ആരോപിച്ചു. വാർഡുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന അസുഖബാധിതരെക്കുറിച്ചുള്ള വിവരങ്ങൾ ആശാവർക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും പരാതിയുണ്ട്. കുളപ്പുള്ളി പ്രദേശത്ത് 3-ാം വാർഡ് കൗൺസിലറായിരുന്ന നിഷ ശശികുമാറിൻ്റെ മകൾ അനന്യ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ മാസം മരണപ്പെട്ടിരുന്നു. ആ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് ആ കുട്ടിയുടെ മരണമുണ്ടായത്. അമൃത ആശുപത്രിയിലായിരുന്നു അവരുടെ ചികിത്സ ഉണ്ടായിരുന്നത്. സമാനമായിട്ടുള്ള ലക്ഷണങ്ങളുമായിട്ട് ഈ കൗൺസിലറുടെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ സഹോദരിയുടെ മകൾ അൻഹിത, ആ കുട്ടിക്കും അതേ ലക്ഷണങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം PK ദാസ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടുന്ന് ആ കൊണ്ടുപോയിട്ടുള്ള മഞ്ഞപ്പിത്തം ബാധിച്ച ആ കുട്ടിക്ക് ചികിത്സ അവിടെ ലഭ്യമാവുകയില്ല, അമൃത ആശുപത്രിയിൽ മാത്രമേ അതിന് ചികിത്സ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരിപ്പോൾ അമൃത ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അതുപോലെ തന്നെ കുളപ്പുള്ളിയിൽ തന്നെ 7-ാം വാർഡ് കല്ലിപ്പാടത്ത് 9 കുട്ടികൾക്ക് വയറിളക്കവും അതുപോലെ ഛർദിലുമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു വ്യക്തി പ്രദീപ് എന്ന ഒടുങ്ങാട്ടിൽ അദ്ദേഹത്തിന് ലിവറിൽ നീർക്കെട്ടുമായി ബന്ധപ്പെട്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് അദ്ദേഹം വള്ളുവനാട് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ റിപ്പോർട്ട് ചെയ്യാതെ നിരവധി ആളുകൾ സമാനമായിട്ടുള്ള അസുഖമായി മഞ്ഞപ്പിത്തം ബാധിച്ച് ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഇതിന് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഓഫീസർ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച യാതൊരു വിധ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അനന്യ എന്ന മരണപ്പെട്ട വ്യക്തി, ആ കുട്ടിയുടെ ഡെത്ത് സമ്മറി ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പോലും അറിയില്ല എന്ന രീതിയിലാണ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്. ഇവിടെ തികച്ചും നിരുത്തരപരമായിട്ടുള്ള അത്തരത്തിലുള്ള സമീപനമാണ് മെഡിക്കൽ ഓഫീസർ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള വൈറസ് ബാധ നമ്മുടെ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ പരിശോധിച്ച് അതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യേണ്ട ആരോഗ്യ വിഭാഗം നമ്മുടെ നഗരസഭയിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരുണ്ട്, അതുപോലെ തന്നെ ആശാവർക്കർമാരുണ്ട്. അവരൊക്കെ ആ പ്രദേശത്ത് പോയി പരിശോധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള, അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സമയബന്ധിതമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ആളുകൾ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും നമ്മുടെ ഈ നഗരപ്രദേശത്ത് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത ബാധ കൂടുതലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആരോഗ്യ പരിശോധന വർദ്ധിപ്പിക്കണമെന്നും ബോധവൽക്കരണം നടത്തണമെന്നും BJP കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ MK വിഭിന്നാഥ് ആവശ്യപ്പെട്ടു. ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി, സർക്കാർ ആശുപത്രി മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും നേതാക്കൾ പരാതി നൽകി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.